ബസ്സിൽ അധിക്ഷേപം നേരിട്ടുമെന്ന ഇൻസ്റ്റഗ്രാം വഴി യുവതി വെളിപ്പെടുത്തിയതിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് ഇന്നലെ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. നിഖിൽ പ്രമേശാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. നിഖിൽ, നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായത്. ഈ യുവതിയെ കണ്ടെത്താൻ പോലീസിനായിട്ടുണ്ടോ? യുവതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. എങ്ങനെയാകും ഈ കേസിന്റെ അന്വേഷണം? വളരെ വിശദമായ മൊഴിയെടുപ്പാണ് ഇന്നലെ മെഡിക്കൽ കോളേജ് SHOയുടെ നേതൃത്വത്തിൽ വടകരയിലെ യുവതിയുടെ വീട്ടിലെത്തി നടത്തിയത്. ഏറ്റവും വിഷമകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ദീപകിൻ്റെ വീടിന് മുന്നിലാണ് ഉള്ളത്. ഇപ്പോൾ സമയം 6:37. ഈ സമയവും നമുക്ക് ദീപകിൻ്റെ അമ്മയുടെ കരച്ചിൽ ആ വീട്ടിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട്. ആ കുടുംബം അത്രയധികം വേദനയിലാണ്. അവർ ആ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ അവർക്ക് ഈ നിമിഷവും സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ ദീപകിൻ്റെ ഹെൽമറ്റ് കയ്യിലെടുത്തുകൊണ്ട് ആ അമ്മയുടെ കരച്ചിൽ നമുക്ക് ഈ വീടിന് പുറത്തേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇത് ഒരുപക്ഷെ കേരളത്തിലെ അനേകായിരം അമ്മമാരുടെ കരച്ചിലാണ്. അതിൻ്റെ പ്രതീകമാണ് ഇത്. ഇവരുടെയൊക്കെ ഒരു കണ്ണീരാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഒരുപാടധികം ആളുകൾ പിന്തുണയുമായി ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ ബന്ധുക്കളുടെയും, അതായത് ദീപകിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത സുഹൃത്ത് അഷ്കറിൻ്റെയും മൊഴി ഇതിനോടകം തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതേസമയം തന്നെ മെഡിക്കൽ കോളേജ് SHOയുടെ നേതൃത്വത്തിൽ വടകരയിലെത്തി ഒരു വനിതാ പോലീസിന്റെ കൂടി സാന്നിധ്യത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പക്ഷേ ഈ മൊഴിയിൽ നിന്ന് ആ ബസ്സിൽ വെച്ച് അധിക്ഷേപം ഉണ്ടായി എന്ന് തെളിയിക്കാൻ കഴിയുന്ന തക്കവണ്ണമുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മൊഴിയെടുത്തതിന് തൊട്ടു പിന്നാലെ യുവതിക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്ന് ഈ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകും. പോലീസ് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു മൂകത, ഒരു വേദനയാണ് അനുഭവപ്പെടുന്നത്. കാരണം ആ അമ്മ ഈ വീടിനകത്തിരുന്നുകൊണ്ട് തൻ്റെ മകനെ വിളിച്ച് ഈ നിമിഷവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ അവർ ആ വേദനയിലാണ്. ആ വേദനയ്ക്ക് എന്ത് മറുപടിയാണ് നൽകാൻ കഴിയുക? ഇനി ആ കുടുംബത്തിന് ആകെ കിട്ടേണ്ടത് നിയമപരമായിട്ടുള്ള നീതിയാണ്. ആ നീതി ആ കുടുംബത്തിന് ലഭിക്കണമെന്നാണ് ഇവിടെ എത്തിച്ചേർന്ന പൊതുപ്രവർത്തകരുമെല്ലാം ഒന്നടങ്കം പറയുന്നത്. പ്രവിത, ശരി, നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ബസ്സിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് ഇൻസ്റ്റഗ്രാം വഴി യുവതി വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തുടരുന്നത്. വിവരങ്ങളാണ് നിഖിൽ പ്രമേഷ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.